ഇന്ന് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഈസ്, ആം, ആറിനെ കുറിച്ചാണ്. ഈസ് ആം ആറിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ കുട്ടികളെ എങ്ങനെ ഗ്രാമർ പഠിപ്പിക്കാം എന്നതിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം കുട്ടികൾക്കൊക്കെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വരുമ്പോൾ ഏറ്റവും കൺഫ്യൂസിങ് ആവുന്ന ഒന്നാണ് ഈസ് ആം ആർ. അപ്പോൾ നമുക്ക് നോക്കാം. മലയാളത്തിൽ ആണ് എന്ന അർത്ഥത്തിലാണ് നമ്മൾ ഈസ് ആം ആർ ഉപയോഗിക്കുന്നത്. ആണ്, അവൻ ഡോക്ടറാണ്, അവൾ പാടുകയാണ്, അവർ ടീച്ചേഴ്സാണ് എന്നിങ്ങനെയുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഈസ് ആം ആർ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ചെയ്യുന്ന ഒരു ആക്ഷനെ കാണിക്കാൻ നമുക്ക് ഈസ് ആം ആർ ഉപയോഗിക്കാം. പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ചെയ്യുന്ന ഒരു ആക്ഷനെ കാണിക്കാൻ വേണ്ടി നമുക്ക് ഈസ് ആം ആർ ഉപയോഗിക്കാം. അതായത് പ്രസൻറ്റ് ടെൻസിൽ ചെയ്യുന്ന ആക്ഷനെ കുറിച്ച് കാണിക്കാൻ ഈസ് ആം ആർ ഉപയോഗിക്കാം. അപ്പോൾ ഇപ്പം നമുക്ക് കൺഫ്യൂഷൻ വരും അല്ലേ, ഈസ് ആം ആർ ഇത് മൂന്നിൻ്റെ അർത്ഥവും ഇത് തന്നെയാണോ എന്ന്. അതെ, ഇത് മൂന്നിൻ്റെ അർത്ഥം ഇത് തന്നെയാണ്. അപ്പോൾ പിന്നെ എന്താ ഇതിൽ വ്യത്യാസം നോക്കാം അല്ലേ. ആദ്യം ഈസ് ആം ആർ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറയാം. ഇതിൽ ഫസ്റ്റ് ഞാൻ ആം പറയാം. പ്രസൻറ്റ് ടെൻസിൽ സബ്ജക്റ്റ് ഐ ആകുമ്പോൾ നമ്മൾ ആം ഉപയോഗിക്കും. ഇനി പ്രസൻറ്റ് ടെൻസിൽ സബ്ജക്റ്റ് സിംഗുലർ ആകുമ്പോൾ, സിംഗുലർ എന്ന് പറയുമ്പോൾ ഹീ, ഷീ, ഇറ്റ്, ഇവിടെയൊക്കെ ഓരോ ആളുകളുള്ളല്ലേ, അവൻ, അവൾ, അത് എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ ഇത്തരം സിറ്റുവേഷനിൽ നമ്മൾ ഈസ് ഉപയോഗിക്കും. ഇനി അതല്ല ഒരു സിംഗുലർ നൗൺ ആയാലും, ഏതെങ്കിലും ഒരു സിംഗുലർ നൗൺ ആയാലും നമുക്ക് എന്ത് ഉപയോഗിക്കാം, ഈസ് ഉപയോഗിക്കാം. സിംഗുലർ നൗൺ എന്ന് പറയുമ്പോൾ സ്റ്റുഡൻറ്റ് ഒരു സിംഗുലർ നൗൺ ആണ് അല്ലേ, സ്റ്റുഡൻറ്റ്. അതുപോലെ തന്നെ ട്രീ സിംഗുലർ നൗൺ ആണ്. അപ്പോൾ ഇതൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് പ്രസൻറ്റ് ടെൻസിൽ ഈസ് ഉപയോഗിക്കാം. ഇനി ആറ്, ഈസ് സിംഗുലർ നൗണിൻ്റെ കൂടെ ആണെങ്കിൽ ആറ് നമുക്കറിയാം പ്ലൂറൽ നൗണിൻ്റെ കൂടെയാണ്. ഏതൊക്കെയാണ്? ദേ, വി, യു. അതല്ലാന്നുണ്ടെങ്കിൽ പ്ലൂറൽ നൗണിൻ്റെ കൂടെ, പ്ലൂറൽ നൗണിൻ്റെ കൂടെ നമുക്ക് ഉപയോഗിക്കാം. എങ്ങനെ പ്ലൂറൽ ആവാം? സിംഗുലറിനെ പ്ലൂറൽ ആക്കുന്ന ഏറ്റവും എളുപ്പമുള്ള മാർഗം എസ് ആഡ് ചെയ്യുന്നതാണ് അല്ലേ. സെയിം എക്സാമ്പിൾ തന്നെ എഴുതാം. സ്റ്റുഡൻസ്, വിദ്യാർത്ഥികൾ, ട്രീസ്. ഇപ്പൊക്കെ പ്ലൂറലായി മാറി. അപ്പോൾ ഈസ് ആം ആറിൻ്റെ വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ജക്റ്റ് ഐ ആകുമ്പോൾ ആം ഉപയോഗിക്കും. ഹീ, ഷീ, ഇറ്റ് അതല്ല സിംഗുലർ നൗൺ ആകുമ്പോൾ ഈസ് ഉപയോഗിക്കും. പ്ലൂറൽ സബ്ജക്റ്റ് വരുമ്പോൾ ധേ, വി, യു അതല്ല ഏതെങ്കിലും ഒരു പ്ലൂറൽ നൗൺ ആകുമ്പോൾ നമുക്ക് ആർ ഉപയോഗിക്കാം. ഇനി നമുക്ക് ആണ് എന്ന അർത്ഥത്തിൽ എങ്ങനെയാണ് ഈസ് ആം ആർ ഉപയോഗിക്കുന്നത് നോക്കാം. എക്സാമ്പിൾ, ഞാനൊരു ടീച്ചറാണ്, ഞാനൊരു ടീച്ചറാണ്. എങ്ങനെ പറയും? ഞാനിന്ന് ഐ ആണ് ഉപയോഗിക്കുക അല്ലേ. ഐൻ്റെ കൂടെ ഏത് ഉപയോഗിക്കുന്ന പറഞ്ഞത്? ആം. ആം എ ടീച്ചർ, ഞാനൊരു ടീച്ചറാണ്. ഇനി അവനൊരു പെയിൻറ്ററാണ്, അവൻ. അവൻ എന്നതിന് പകരം നമുക്ക് ഹീ ഉപയോഗിക്കാം. ഹീ ഈസ് എ പെയിൻറ്റർ. അവർ സ്റ്റുഡൻസ് ആണ്, അവർ സ്റ്റുഡൻസ് ആണ്. എങ്ങനെ പറയാം? അവർ എന്നതിന് പകരം ദേ, ദേ ആർ സ്റ്റുഡൻസ്. ഇനി അവളൊരു സിംഗറാണ്, അവളൊരു സിംഗറാണ്. എങ്ങനെ എഴുതാം? അവൾക്ക് പകരം നമുക്ക് ഷീ എഴുതാം അല്ലേ. ഷീ ഈസ് എ സിംഗർ. കണ്ടോ, ഇവിടെ എല്ലാം നമ്മൾ ആണ് എന്ന അർത്ഥത്തിൽ, പ്രസൻറ്റ് ടെൻസിൽ ആണ് എന്ന അർത്ഥത്തിലാണ് ഈസ് ആം ആർ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ സിംഗുലർ നൗൺ ആയതുകൊണ്ടാണ് ഇവിടെയൊക്കെ നമ്മൾ എ ഉപയോഗിച്ചത്, ഒരാൾ എന്ന് കാണിക്കാനായിട്ട്. ആറിൻ്റെ കൂടെ നമ്മൾ ഒട്ടും എ ഉപയോഗിക്കില്ല, കാരണം ആറ് പ്ലൂറൽ നൗണിനെ കാണിക്കാനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ
എ ഉപയോഗിക്കാൻ പാടില്ല. രണ്ടാമത്തെ പ്രധാനപ്പെട്ട യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു ആക്ഷൻ, അത് പ്രസൻറ്റ് ടെൻസിൽ ചെയ്യുന്ന ഒരു ആക്ഷൻ. പ്രസൻറ്റ് ടെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പറയുന്ന സമയത്ത് ചെയ്യുന്ന കാര്യങ്ങളെയാണ് നമ്മൾ പ്രസൻറ്റ് ടെൻസ് വെച്ചിട്ട് പറയുന്നത്. അപ്പോൾ ആ പറയുന്ന സമയത്ത് ചെയ്യുന്ന ഒരു ആക്ഷനെ കാണിക്കാൻ വേണ്ടി നമുക്ക് ഈസ് എം ആർ ഉപയോഗിക്കാം. ഉദാഹരണത്തിന് അവർ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറയുന്ന സമയത്താണ് അവർ ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? അവരിന് നമുക്ക് ധേ എഴുതാം അല്ലേ? അപ്പോൾ ഒന്നിൽ കൂടുതൽ പേരുണ്ട്, അതുകൊണ്ട് തന്നെ നമ്മൾ ആർ, പ്ലൂറൽ സബ്ജക്റ്റിൻ്റെ കൂടെ ആർ. കാണുക എന്നുള്ളതിന് കണ്ടിന്യൂസ് ആണ് അല്ലേ? പറയുന്ന സമയത്ത് കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ING ഫോമിൽ എഴുതണം. വാച്ചിങ് എ മൂവി. ദേ ആർ വാച്ചിങ് എ മൂവി. അടുത്ത എക്സാമ്പിൾ പറയാം. ഞങ്ങൾ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ എന്നതിന് വി, ആർ, പ്ലൂറൽ ആണല്ലേ വി, അപ്പോൾ ആർ. സിംഗിങ് എ സോങ്. ഞങ്ങളൊരു പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. വി ആർ സിംഗിങ് എ സോങ്. അവൻ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ എഴുതാം? അവൻ എന്നതിന് നമുക്ക് ഹീ എഴുതാം. ഈസ് റീഡിങ് ദ ബുക്ക്. അവൻ ആ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന അർത്ഥത്തിൽ നമുക്ക് ഹീ ഈസ് റീഡിങ് ദ ബുക്ക് എന്ന് പറയാം. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു യൂസാണ് അല്ലേ? പ്രസൻറ്റ് ടെൻസിൽ നമ്മൾ പറയുന്ന സമയത്ത് ഒരു ആക്ഷൻ കാണിക്കാൻ വേണ്ടി നമുക്ക് ഈസ് എം ആർ ഉപയോഗിക്കാം. ഈസ് എം ആർ എവിടെ ഉപയോഗിക്കുന്നു എന്ന് പഠിച്ചു അല്ലേ? ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ഈസി ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് വൺ, ചിൽഡ്രൻ ഡാഷ് സ്ലീപ്പിംഗ്. ചിൽഡ്രൻ ഡാഷ് സ്ലീപ്പിംഗ്. അപ്പോൾ ഈസ് എം ആറിൽ ഏതാ വരാന്ന് നോക്കണം. ആം വരില്ല, കാരണം ഐൻ്റെ കൂടെയാണ് നമ്മൾ ആം ഉപയോഗിക്കുക. അപ്പം അതുകൊണ്ട് തന്നെ ഐ വരില്ല. ഇനി ഈസ് ആണോ ആറാണോ എന്ന് നോക്കാം. അപ്പോൾ സബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് നോക്കണം. ചിൽഡ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ എന്നാണ് അർത്ഥം അല്ലേ? കുട്ടികൾ. അപ്പോൾ ഒന്നിൽ കൂടുതൽ പേരുണ്ട്, അതുകൊണ്ട് തന്നെ ഇവിടെ ആൻസർ വരുന്നത് ആർ. പ്ലൂറൽ സബ്ജക്റ്റിൻ്റെ കൂടെ നമ്മൾ ആറാണ് ഉപയോഗിക്കുക. ഇനി ചിൽഡ്രന് പകരം ചൈൽഡ് എന്നായിരുന്നെങ്കിൽ നമ്മളിവിടെ ഈസ് ഉപയോഗിക്കുമായിരുന്നു കേട്ടോ. സെക്കൻഡ് വൺ, ദ മാൻ ഡാഷ് വാക്കിംഗ് ഇൻ ദ പാർക്ക്. ദ മാൻ ഡാഷ് വാക്കിംഗ് ഇൻ ദ പാർക്ക്. അപ്പോൾ ഇവിടെ ദ മാൻ ആണ് സബ്ജക്റ്റ്. മാൻ എന്ന് പറയുമ്പോൾ ഒരാൾ മാത്രമേ ഉള്ളൂ, സിംഗുലർ. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഈസ് ഉപയോഗിക്കാം. ദ മാൻ ഈസ് വാക്കിംഗ് ഇൻ ദ പാർക്ക്. തേർഡ് ക്വസ്റ്റ്യൻ, പീപ്പിൾ ഡാഷ് വാച്ചിങ് ക്രിക്കറ്റ് നൗ. പീപ്പിൾ ഡാഷ് വാച്ചിങ് ക്രിക്കറ്റ് നൗ. ആളുകൾ, പീപ്പിൾ എന്ന് പറയുമ്പോൾ ആളുകൾ എന്നാണ് അർത്ഥം. ഒന്നിൽ കൂടുതൽ പേരുണ്ടല്ലേ? അപ്പോൾ ഇത് പ്ലൂറലാണ്. അതുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ കൂടെ ആർ ഉപയോഗിക്കാം. പീപ്പിൾ ആർ വാച്ചിങ് ക്രിക്കറ്റ് നൗ. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ, വാട്ടർ ഡാഷ് പ്രഷ്യസ്. വാട്ടറിന് എന്താ പ്രത്യേകത? ഇതൊരു അൺകൗണ്ടബിൾ നൗൺ ആണല്ലേ? അൺകൗണ്ടബിൾ. അൺകൗണ്ടബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണിയെടുക്കാൻ സാധിക്കാത്ത നൗൺസിനെ നമുക്ക് അൺകൗണ്ടബിൾ നൗൺസ് എന്ന് പറയാം. വെള്ളം നമുക്കറിയാം എണ്ണാനായിട്ട്, കൗണ്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇത്തരം അൺകൗണ്ടബിൾ നൗൺസ് ആണ് സബ്ജക്റ്റ് ആയിട്ട് വരുന്നതെങ്കിൽ അവിടെ നമുക്ക് ഈസ് ഉപയോഗിക്കാം. അപ്പോൾ അൺകൗണ്ടബിൾ നൗൺ ആണ് സബ്ജക്റ്റ് ആയിട്ട് വരുന്നതെങ്കിൽ ഈസ് ഉപയോഗിക്കാം. വാട്ടർ ഈസ് പ്രഷ്യസ്. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് ഈസ് എം ആർ ആണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.